നിങ്ങൾ തൻ ഹൃദയത്തിൽ യേശുനാഥൻ പിറന്നു. ലാ 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 ലാ. ഏയ് ഇത് മോളെ പിണക്കോ ഡ്രൈവറുകളോട് ആണോ മോളെ? അതെങ്ങനെ ശരിയാവുക? മോളുടെ ആകുള്ളൊരു ഫ്രണ്ടല്ലേ അങ്കിള്. അത് അങ്കിൾ അത്യാവശ്യമായിട്ട് വീട് വരെ പോകേണ്ടി വന്നോണ്ടല്ലേ മോളെ? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ എന്താ? കൂട്ടുകാര് തമ്മിലെ മിണ്ടാതിരിക്കുക. അയ്യേ, മോളുടെ പിണക്കം മാറ്റാൻ അങ്കിളിലും മന്ത്രമുണ്ട്. മോളൊന്ന് കണ്ണടച്ചേ. കണ്ണടോട്ട് നോക്കാതെ കണ്ണടയ്ക്ക്. ആ നോക്കിക്കൂ. പിണക്കം പോയി ഇണക്കം വാ ഓം ക്രീം വാ. പിണക്കം പോയി. ഇപ്പൊ എനിക്കൊരു പുതിയ എനിമി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ പിച്ചി. എന്റെ മോളെ പിച്ചി? ആ കൈ ഞാൻ ചതച്ചു കളയും. ആരാ മോളേത്? ട്യൂഷൻ ടീച്ചർ. അമ്മമ്മ കൊണ്ടുവന്നതാ. വെക്കേഷനും ട്യൂഷൻ ഉണ്ട്. അത് വെക്കേഷൻ അല്ലേ? അപ്പൊ മോള് വീട്ടിലുണ്ടെങ്കിലല്ലേ? ഞാൻ എവിടെയാ പോവാ? എവിടെയും പോവില്ലെന്നാ മമ്മി പറഞ്ഞത്. എന്താ ചെയ്യാ? മമ്മി കൊണ്ടുപോണ്ട, അങ്കിള് കൊണ്ടുപോവാ മോളെ. എവിടെയാ? അങ്കിളിന്റെ നാട്ടിലേക്ക്. അതെവിടെയാ? ദൂരെ 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 ദൂരത്തിന്റെയും അപ്പുറത്ത് 7 മലയും 7 പുഴയും കിടന്ന് പിന്നെ ഒരു കൊച്ചു പുഴയുടെ തീരത്ത് കുറിഞ്ഞിമല എന്നൊരു കൊച്ചു നാട്. നമ്മൾ തോണി കയറി ഈ പുഴ കടന്നാലാണ് അങ്കിളുടെ നാട്ടിലെത്തുക. എന്ത് ചന്തക്കാരി പുഴയാണെന്നറിയോ? പുഴ കടന്ന് അക്കരെ എത്തിയ പുഴക്കരയിൽ മേയുന്ന ഒരുപാട് തുള്ളിച്ചി പശുക്കളുണ്ടാവും. ഗീതുമുളയും കാത്ത് പച്ചപ്പുല്ലും പുഴയിലെ നല്ല മധുരമുള്ള വെള്ളവും കുടിച്ച് അങ്ങനെ മതിച്ച് നടക്കാവും തുള്ളിച്ചുകള്. ആ കുറിഞ്ഞുമലയിൽ അങ്ങനെയാ. എല്ലാത്തിനും മധുരമുണ്ട്. ഇതാണ് കുറിഞ്ഞിമല. മല നിറയെ കുറിഞ്ഞിപ്പൂക്കളാ. പൂ പറിക്കാൻ കൊച്ചു കൊച്ചു കൂടകളുമായിട്ട് ആകാശത്തുനിന്ന് മേഘങ്ങൾ ഇറങ്ങി വരും. ഇവിടെ നിന്ന് നോക്കിയ ഇരുട്ടുകുത്തിമല കാണാം. ഇവിടെയോ? ഇവിടെ എത്രയാന്നറിയോ വികൃതി കുരങ്ങന്മാര്. കബീഷ് മുമ്പ് വരാറുണ്ടായിരുന്നു ഫ്രണ്ട്സിനെ കാണാൻ. ഇപ്പൊ മൂപ്പർ അല്പം ബിസിയാ. ഇതാണ് ഡ്രൈവർ അങ്കിളുടെ വീട്. ഇവിടെ ഗീതമോളെ കാണാൻ ആരൊക്കെ കാത്തിരിക്കുന്നുണ്ടെന്നറിയോ? ഇത് ഡ്രൈവർ അങ്കിളുടെ മുത്തച്ഛൻ. എത്ര ആയിരം കഥയും പാട്ടും ഒക്കെ അറിയാന്നറിയോ മുത്തച്ഛന്? ഇത് ഡ്രൈവർ അങ്കിളുടെ അമ്മ. അമ്മയ്ക്കും അറിയാം ഒരുപാട് കഥകളൊക്കെ. ഇത് അങ്കിളുടെ ചേച്ചി മണിക്കുട്ടിയുടെ അമ്മ. ഇതാണ് കറവക്കാരൻ മാരിയപ്പൻ. ഈ പഴഞ്ചൻ സൈക്കിളിലെ മൂപ്പരുടെ സഞ്ചാരം. അവിടുത്തെ തുള്ളിച്ചി പശുക്കൾക്ക് ആർക്കും കണ്ടുകൂടാ മാരിയപ്പന്. മാരിയപ്പനല്ലേ അവരുടെ പാലെല്ലാം കറന്നുകൊണ്ട് പോകുന്നത്. ഇതാരാണെന്നറിയോ? അല്ല, ഇതാണ് വെള്ളാടിമുത്തി. മന്ത്രവാദിനിയാ. കണ്ടില്ലേ? നീളം പല്ലും കഴുത്തിൽ തലയോട്ടി മാലയും. ഇടക്കിടയ്ക്ക് ഇരുട്ടൂത്തിമല ഇറങ്ങി വരും. ഹേയ്, അങ്കിളൊരു മന്ത്രം ചൊല്ലി നിർത്തിരിക്കല്ലേ. എന്നോട് കളിക്കില്ല. തൊളിച്ച വെള്ളാടിമുത്തിയെ ഞാൻ ഈ ഹെലിക്കുട്ടിയാക്കി കളയും. എല്ലാവരും ഉണ്ട്, മണിക്കുട്ടി ഒഴികെ. മണിക്കുട്ടി പോയി. കണ്ണെത്താത്തൊരിടത്ത്, കയ്യെത്താത്തൊരിടത്ത്. ദൈവത്തിന്റെ നാട്ടില്. എന്തിനാ പോയേ? അത് കുറിഞ്ഞിമലയിൽ എല്ലാവർക്കും മണിക്കുട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കണ്ട് ദൈവത്തിന് അസൂയ തോന്നിക്കണം. ഒരു ദിവസം ആരും അറിയാതെ ദൈവം സ്വർഗവാതിലും തുറന്നു വന്ന് മണിക്കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയി. എല്ലാവരെയും വേദനിപ്പിച്ചപ്പോ ദൈവത്തിന് സന്തോഷമായി കാണും. എനിക്കെന്താ മണിക്കുട്ടിയെ മാത്രം വരച്ചു തരാത്തെ? ഇപ്പൊ നീയില്ല എന്റെ മണിക്കുട്ടി.